എ ബി സി ഡി ഒന്നുമില്ല, ABC. നമ്മുടെ സാധാരണ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലുകൾക്കൊക്കെ എൻജിൻ മൗണ്ട്സ് 3 വരിക. എൻജിൻ മൗണ്ട്സ് 3 വരിക. അതിനാണ് എ മൗണ്ട്, ബി മൗണ്ട്, സി മൗണ്ട് എന്നാണ് ഞങ്ങൾ മെക്കാനിക്സ് പറയുന്ന പേരാണ്. അതല്ലാതെ വേറെ പല പേരുകളൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന പേരുകളാണ് ABC മൗണ്ട് എന്നാണ് കേട്ടോ. ഈ കിടക്കുന്ന 3 മൗണ്ട്സ് നമ്മളൊരു പോളോന് വേണ്ടി മാറിയതാണ്. അപ്പൊ മാറിയേക്കുന്ന 3 മൗണ്ട്സ് നമ്മൾ ഒറിജിനലാണ് മേടിച്ചിട്ടേക്കുന്നത്. അപ്പൊ ഇത് ഒറിജിനലിലും അതർ ബ്രാൻഡിലും വലിയ റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു 500-600 രൂപ ആ ഒരു റേഞ്ചിന് റേറ്റ് വേരിയേഷൻ വരുന്നുള്ളൂ. അപ്പൊ 3 മൗണ്ട് നമ്മൾ മാറിയേക്കുന്ന ഒറിജിനലാണ്. അപ്പോൾ മൗണ്ട് അതർ ബ്രാൻഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എൻജിൻ മൗണ്ട്സ് നിസ്സാര പൈസയുടെ വ്യത്യാസമുള്ളൂ. ഒറിജിനൽ തന്നെ മേടിച്ചതാണ്. വണ്ടിക്ക് നല്ല യാത്രാസുഖം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ക്ലച്ചിലൊക്കെ ആൾക്ക് ഒരു കുത്തലൊക്കെ ഇടാറുണ്ട്. ആ കുത്തലൊക്കെ നമ്മൾ ഒറിജിനൽ മൗണ്ട്സ് ഇട്ട് കഴിഞ്ഞാൽ വരാറില്ല. അതർ ബ്രാൻഡ്സ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ നമ്മൾ ക്ലച്ചിലൊക്കെ ആളുമ്പോൾ ഇടിപ്പ് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അതർ ബ്രാൻഡ്സ് ആണെന്നുള്ളത് പിന്നെ ആ ഒറിജിനലിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടാറില്ല. വണ്ടി ഓടിക്കുമ്പോൾ അത്ര യാത്രാസുഖം കിട്ടാറില്ല. റേറ്റ് വലിയ വേരിയേഷൻ ഇല്ല. റേറ്റ് വേരിയേഷനിലേക്ക് മാത്രം അതർ ബ്രാൻഡ്സിലോട്ട് പോയാൽ മതി. ഈ 3 മൗണ്ടിന് വലിയ റേറ്റ് വേരിയേഷൻ ഒന്നുമില്ല. 500-600 വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അതർ ബ്രാൻഡ്സിനാൻ നിൽക്കേണ്ട, ഒറിജിനൽ മേടിച്ചിടാൻ നോക്കുക. ഈ 3 മൗണ്ട്സിന് ഓരോ പേരുണ്ട്. ഇത് സി മൗണ്ട്, ഇതൊരു പേരുണ്ട് പെൻഡുലം മൗണ്ട് എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്കിന്റെ ഒക്കെ പെൻഡുലം പോലെ കിടക്കുന്നതുകൊണ്ട് ഇതുണ്ടാവും. അതുകൊണ്ട് ഇതിന് പെൻഡുലം മൗണ്ട് എന്നാണ് പേര്. ഏകദേശം നമ്മൾ കണ്ടറിയാൻ പറ്റിയായിരിക്കും. കണ്ടോ കറക്റ്റുള്ള ക്ലോക്കിന്റെ പെൻഡുലം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരാണ് പെൻഡുലം മൗണ്ട് കേട്ടോ. പെൻഡുലം മൗണ്ട്. ഇതിന്റെ പേര് നമ്മൾ പറയാറുള്ളത് ബി മൗണ്ട് എന്നാണ്. ഇതിന്റെ ശരിക്കുള്ള പേര് ഗിയർ ബോക്സ് മൗണ്ട് ആണ്. ഇത് ഗിയർ ബോക്സിന്റെ മേളിൽ വരുന്ന മൗണ്ട് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സിന്റെ മേളിൽ പിടിപ്പിക്കുന്ന ഐറ്റം. ഗിയർ ബോക്സിന്റെ പിടിപ്പിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ഗിയർ ബോക്സ് മൗണ്ട്. ഇത് എൻജിൻ മൗണ്ട്, നമ്മളിതിനെ എ മൗണ്ട് എന്ന് പറയും. ഇത് ഒരു മിക്കവർക്കും അറിയാമായിരിക്കും. സാധാരണ നമുക്ക് ഈ പോളോ വെന്റൂലൊക്കെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ മൗണ്ടാണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് പോളോ വെന്റൂക്ക് കംപ്ലൈൻറ്റ് വരുന്നത് മൗണ്ടാണ്, എൻജിൻ മൗണ്ട്. നമ്മുടെ ബ്ലോക്കിൻ്റെ സൈഡിലായി സാധനം പിടിപ്പിക്കുന്നത്, ഈ മൗണ്ട് പിടിപ്പിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരിക. വണ്ടി സ്റ്റാർട്ട് ഓഫുമ്പോൾ ഭയങ്കര ജെർക്കിങ്, സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കര ജെർക്കിങ് അങ്ങനെ കമൻസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ്ങിലൊരു ഇടിപ്പ് അതൊക്കെ കിട്ടാറുണ്ട്. ഗിയർ ചെയിൻ്റെ അങ്ങനെ ഇടിപ്പൊക്കെ കിട്ടാറുണ്ട്. അതാണ് ഈ എ മൗണ്ട് കംപ്ലൈൻറ്റ് വരുമ്പോൾ എൻജിൻ മൗണ്ട് കേട്ടോ. ഈ കിടക്കുന്നവരങ്ങനെ ചെറിയ സാധനക്കാരൊന്നുമല്ല കേട്ടാ. അത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഒരു 10-600 കിലോ വെയിറ്റുള്ള ഒരു എഞ്ചിനെ പിടിച്ചു നിർത്തുന്നത്, നമ്മുടെ ചേസുമ്പേൽ പിടിച്ചു നിർത്തുന്നത് ഈ 3 മൗണ്ടും കൂടിയാണ്. അത് മാത്രമല്ല വണ്ടിക്കുണ്ടാകുന്ന വൈബ്രേഷൻസ്, അല്ലെങ്കിൽ വണ്ടിക്കല്ല എൻജിൻസ് ഉണ്ടാകുന്ന വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ അകത്തോട്ട് കിട്ടാൻ നോക്കുന്നത് ഈ 3 മൗണ്ട്സാണ്. ഇത്രയും വലിയ വെയിറ്റ് താങ്ങി നിൽക്കുന്ന ജിമ്മുമാരാണ് ഈ 3 വരുന്നത്. കാണുമ്പോ തീരെ ചെറുതാണെങ്കിലും നിസ്സാരക്കാരായിട്ട് കണക്കാക്കണ്ട. അതായത് ഇവിടെ പോലെ കാണും ഇച്ചിരിയുണ്ടെങ്കിലും നിസ്സാരക്കാരായിട്ട് കണക്കാക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.